ഹായ് ഓൾ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 2024 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കാണുന്നത്. ഇപ്പോൾ കമ്പനി ബോർഡ് LGSൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിഗ്രി ഉള്ളവർക്കും PG ഉള്ളവർക്കും ഒക്കെ അയക്കാമെന്നൊക്കെ നമുക്ക് അറിവ് കിട്ടി. ഇപ്പോൾ എല്ലാവരും അയക്കുക. ഒത്തിരി വേക്കൻസിയൊക്കെയുള്ള പോസ്റ്റാണ്. നല്ലപോലെ ശ്രമിക്കുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് മാത്സൊക്കെ നിങ്ങൾ നല്ലപോലെ പഠിച്ചാൽ നമുക്കിതും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസകൾ ഇപ്പോഴേ നേരുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായമാണ് ശാശ്വത ഭൂനികുതി സമ്പ്രദായം. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. അടുത്തത് ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടത് INA, ഇന്ത്യൻ നാഷണൽ ആർമി. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മ. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം മലബാറാണ്. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലമാണ് മലബാർ. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? സമത്വ സമാജം. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വ സമാജം കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമായിട്ട് കണക്കാക്കുന്നത് സമത്വ സമാജത്തെയാണ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവാണ് മന്നത്ത് പത്മനാഭൻ. അപ്പം മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ നടത്തിയത്. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്? വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, സവർണജാഥ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹമാണ്. അത് നടത്തിയത് മന്നത്ത് പത്മനാഭൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? അത് ശ്രീരംഗപട്ടണം സന്ധി 1972. ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. നമ്മുടെ പുതിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് എന്താണ്? പാർലമെൻറ്റ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ 2024 ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? പാരീസ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി സോജൻ ജോസഫ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്കുശാലകൾ സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയും ചുവടെ കൊടുക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ദുർഗാപൂർ ബ്രിട്ടൻ. ശരിയാണ്. ബൊക്കാറോ അമേരിക്ക. തെറ്റാണ്. റഷ്യയാണ്. റൂർക്കേല ജപ്പാന്. അത് തെറ്റാണ്. ഭിലായി സോവിയറ്റ് യൂണിയൻ. ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ദുർഗാപൂർ ബ്രിട്ടനും ഭിലായി സോവിയറ്റ് യൂണിയനുമാണ്. അടുത്തത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏതൊക്കെയാണ്?
അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ശരിയാണ്. മെച്ചപ്പെട്ട ജലസേചന സൗകര്യം ശരിയാണ്. കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം അതും ശരിയാണ്. ഇവയെല്ലാം ശരിയാണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം. അടുത്തത് ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 3-ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തിയാണ് KM പണിക്കർ. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്നത്, അതായത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്നത് മലയാളിയാണ് KM പണിക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? തുമ്പയിലാണ്. തുമ്പ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യമാണ് ബ്രസീൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളാണ് 6. ഹിമാലയൻ നദികളുടെയും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നതിൽ ചേരാത്തത് കണ്ടെത്തുക. ബ്രഹ്മപുത്ര, ഘാഗ്രയാണ് ഇവിടെ ചേരാത്തത്. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും. അപ്പോൾ സിന്ധുവിൻ്റെ പോഷക നദിയാണ് ചിനാബ്, ഗംഗ, കോസി, യമുന, ടോൺസ്. ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? ഏതാണ് അത്? രാജസ്ഥാൻ സമതലവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ. അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്നും താഴേക്ക് ശരിയായി ക്രമീകരിക്കുക, അതായത് വടക്ക് നിന്ന് തെക്കോട്ട്. അപ്പം കാട്ട്ല, മുംബൈ, മർമാഗോവ, മംഗലാപുരം. കാട്ട്ല, മുംബൈ, മർമാഗോവ, മംഗലാപുരം. ഇത് ഏത് തീരത്താണ്? പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളാണ്. കാട്ട്ല, മുംബൈ, മർമാഗോവ, മംഗലാപുരം എങ്ങനെയാണ് വരുന്നത്? അടുത്തത് ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുണ്ട് അണക്കെട്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം ഹിരാക്കുണ്ട് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദിയിൽ. അതുപോലെ ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. എൻ്റെ പോഷക നദികളാണ് ഇബ്ബ-ടെല്ല്. ഇബ്ബ-ടെല്ല് ഏത് നദിയുടെ പോഷക നദികളാണ്? മഹാനദി. അപ്പോൾ ഉത്തരം എന്താണ്? മഹാനദി. അടുത്തത് തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? കോറമണ്ഡല തീരസമതലമാണ് അല്ലേ. അപ്പോൾ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കൊങ്കൺ, ഗുജറാത്ത്, മലബാർ തീരസമുദ്രം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൻ്റെ തെറ്റായത് കണ്ടെത്തുക. നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ, അത് തെറ്റാണല്ലേ. മനു ഭാക്കർ വെങ്കല മെഡൽ 10 മീറ്റർ എയർ പിസ്റ്റൽ ശരിയാണ്. സപ്നിൽ കുശാലെ വെങ്കല മെഡൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ശരി. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡൽ, അതും ശരിയാണ്. നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയ്ക്ക് സെക്കൻഡ് ആയിരുന്നു അല്ലേ. ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് പോളണ്ട്, ഉക്രൈന്. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? പുതിയ പെൻഷൻ പദ്ധതിയാണ് കേട്ടോ UPS എന്ന് പറയുന്നത്. ആനന്ദ് ഏഗർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ആനന്ദ് ഏഗർഷിക്ക് എന്താണ് കിട്ടിയത്? മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതമാണ് 1084. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മണ്ണാർക്കാട്. അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടുന്നതാണ് കോന്നി, തെന്മല, അച്ചൻകോവിൽ എന്നിവ. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി.
താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. എന്താണ്? ഇവ 4 കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ്. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും. വെള്ളായണി തടാകം തിരുവനന്തപുരമാണ് ശരിയായിട്ടുള്ളത്. അഷ്ടമുടി കായൽ കൊല്ലമാണല്ലേ. അപ്പം നമുക്കറിയാം വെള്ളായണി കായലാണ് ശരിയായിട്ടുള്ളത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചു. ശരി. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ശരി. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975 തെറ്റ്. വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴയാറിൽ എത്തിച്ചേരുന്നു. ശരി. അപ്പോൾ 1, 2, 4 ശരി. അപ്പോൾ ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975 1976 കേട്ടോ. അടുത്തത്, സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്താം. ചിന്നാറാണല്ലേ മഴനിഴൽ പ്രദേശം. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾ ഇവിടെ പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ എറണാകുളത്തും ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റി ഇടുക്കിയിലുമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. കേരളത്തിൽ നിന്നും എത്ര കായിക താരങ്ങളാണ് ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? 7 പേര് കേട്ടോ. കേരളത്തിൽ നിന്നും 7 പേരാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അടുത്തത്, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഗഗൻയാൻ ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. ശരിയാണ്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. ശരിയാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത്. ശരിയാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ സുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റു സഞ്ചാരികൾ. ഇതും ശരിയാണ്. അപ്പം ഗഗൻയാനെ സംബന്ധിച്ചുള്ള 4 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓൾ ഓഫ് ദ എബോ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നു മണി. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നു മണി. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രസാർ ഏത് പേരിൽ അറിയപ്പെടുന്നു? കൈരളി. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രൊസസ്സർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കൈരളി. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം? ക്രിക്കറ്റ്. ഡക്വർത്ത് ലൂയിസ് മഴ നിയമം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിൽ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? വിദ്യാവാഹിനി ആപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണു മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണിത്. ശരിയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ 2ാമത്തെ മണ്ണ് മ്യൂസിയം. തെറ്റാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. ശരി. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. ശരി. അപ്പോൾ ഓപ്ഷൻ ബി 1, 3, 4 ശരിയായിട്ടുള്ളത്. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏത് പേരിൽ അറിയപ്പെടുന്നു? തന്മുദ്ര. കേരളത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടിയാണ് തന്മുദ്ര. സത്യൻ ശിവൻ സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ്? ദൂരദർശൻ. ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിൽ ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക.
ഓപ്ഷൻ ബി ആണ് ഉത്തരം. 300, 206. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? നെല്ലിക്ക, മുരിങ്ങയില. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. 1, 3 ആണ്. നെല്ലിക്കയും മുരിങ്ങയിലയുമാണ് മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ കഴിക്കേണ്ടത്. അടുത്തത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ലോല പയർ, റുസ്വ നെല്ല്, സൽകീർത്തി വെണ്ട, ചന്ദ്രശേഖര എന്താണ്? അത് തെങ്ങാണ് കേട്ടോ, തെങ്ങ്. അടുത്തത് ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം, പവിഴപ്പുറ്റുകൾ. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കുരുവിക്കൊരു കൂട്. വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് അങ്ങാടി കുരുവികൾക്കായിട്ട് കുരുവിക്കൊരു കൂട്. കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനമാണ് പ്രിയങ്ക. അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഡോക്ടർ സാലിം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ബഹിരാകാശ ശാസ്ത്രജ്ഞനാണോ? അല്ല, അദ്ദേഹം ഹരിത വിപ്ലവം കൊണ്ടുവന്നയാൾ, ഹരിതം. പിന്നെ S രാധാകൃഷ്ണൻ സാമ്പത്തിക രംഗത്ത് മികച്ച സംഭാവന നൽകി. ഡോക്ടർ S രാധാകൃഷ്ണൻ ഒരു നല്ല ഫിലോസഫർ ആയിരുന്നു അല്ലേ, തത്വചിന്തകൻ. APJ അബ്ദുൽ കലാം ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിയ കൃഷിശാസ്ത്രജ്ഞൻ ആരാണ്? അത് MS സ്വാമിനാഥനും. ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൽ കലാമുമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഉത്തരം സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? അതേതാണ്? അത് ക്രോമിയമാണ് കേട്ടോ. നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രോമിയം. സിങ്കിൻ്റെ അയിര് ഏതാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. സിങ്കിൻ്റെ അയിര് കലാമിൻ. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യം. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കാൽസ്യം. ചില ശുദ്ധ പദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? നൈട്രജൻ ആണ് കൂട്ടത്തിൽപ്പെടാത്തത്. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. ഇതിന് കാരണമാണ് അപവർത്തനം. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ് ആരാണ്? മുഹമ്മദ് യൂനസ്. ആരാണ്? മുഹമ്മദ് യൂനസ്. ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ചാണ് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? അത് സ്കൂൾ വിദ്യാഭ്യാസം. ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? സ്കൂൾ വിദ്യാഭ്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏതാണ്? അനോഫിലസ് കൊതുക്. മലമ്പനി പകർത്തുന്നത് അനോഫിലസ് കൊതുകാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് എന്താണ്? ഡിഫ്തീരിയ. വൈറസ് രോഗമല്ലാത്തത് ഡിഫ്തീരിയ. എയ്ഡ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. എയ്ഡ്സ് രോഗബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. ശരിയാണ്. HIV ബാധിച്ച അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. അതും ശരിയാണ്. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികൾ എയ്ഡ്സ് പകർത്തുന്നു. തെറ്റാണല്ലേ. 1ഉം 2ഉമാണ് ശരി. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം മാംസ്യം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് മാംസ്യം. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വിറ്റാമിൻ സി, സ്കർവി. വിറ്റാമിൻ സി, സ്കർവിയാണ് ശരിയായിട്ടുള്ളത്. 2024 ലോകാരോഗ്യ ദിന പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. മസ്തിഷ്കത്തിൽ രക്തക്കൊള്ളുകൾ പൊട്ടുന്ന രോഗാവസ്ഥയാണ് പക്ഷാഘാതം. മസ്തിഷ്കത്തിലെ രക്തക്കൊള്ളുകൾ പൊട്ടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ്? വർദ്ധിച്ച വിശപ്പും ദാഹവും. ശരിയാണ്. കൂടെയുള്ള മൂത്രമൊഴിക്കൽ. ശരിയാണ്. ക്ഷീണം, മങ്ങിയ കാഴ്ച. ശരിയാണ്. ഇപ്പോൾ എല്ലാം ശരിയാണ്. ഇവയെല്ലാം പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് ആർദ്രം മിഷൻ. മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് ആശാഭവൻ.
കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ജഗത് പ്രകാശ് നന്ദ. ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് കുരങ്ങുപനി. ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ്, കുരങ്ങുപനി. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കാറ്റലിൻ കാരിക്കോ ഡ്രൂ വോയിസ് മാനാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനാണ് ഹാവിഷ്യൂർ. ഹാവിഷ്യൂർ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. അടുത്തത് മാത്സ് ആണ് അടുത്ത ഭാഗത്ത്. പിന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് കണ്ടത്. അതിൽ GK വന്നിട്ടുണ്ട്, കറണ്ട് അഫേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2024 നടന്നതായപ്പോൾ 2024-23 കറണ്ട് അഫേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സിനും മാത്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മാത്സ് നമ്മൾ തന്നെ ഒരു ക്ലാസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.